ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഒരു രാവിലത്തെ ചായക്കടിയാണ്. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിപ്പൊടി നല്ലോണം ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മുടെ അരിപ്പൊടി പത്തിരിപ്പൊടിയാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആക്കി കിടന്നു. ഇനി ഇത് നമ്മൾ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ എല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ നല്ലോണം സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചെറിയുള്ളി തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി, മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇതുപോലെ നമ്മൾ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കാം. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് നമ്മുടെ വറവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം നമ്മുടെ ചമ്മന്തിയൊക്കെ എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ വൈകുന്നേരം ഇതുപോലെ ബോൾസ് പോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ആവിയിൽ കയറ്റി വേവിച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ പേര് കൊഴുക്കട്ട എന്നാണ് കേട്ടോ. കൊഴുക്കട്ട എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.